നമസ്കാരം. ചിലർക്ക് ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്താലും മരുന്ന് കഴിച്ചു, ഡോക്ടർമാരെ കണ്ടു, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അസുഖങ്ങളൊന്നും പെട്ടെന്ന് മാറാതെ വരും. നമ്മുടെ ജാതകത്തിലെ ഇന്ന ദശാകാലം അല്ലെങ്കിൽ ഏതെങ്കിലും ദശയുടെ അന്തർദശാകാലം, ആ ദശാകാലത്ത് നമുക്ക് ഇന്ന അസുഖങ്ങൾ വരണം എന്നൊരു യോഗം നമ്മുടെ ജാതകത്തിലുണ്ടാവും. ചില അസുഖങ്ങൾ ചില നക്ഷത്രങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശമിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. ഇത്ര ദിവസങ്ങൾ എടുക്കാം. അപ്പൊ അങ്ങനെ ശമിക്കാത്ത ചില നാളുകളുണ്ട്. ഭരണി നക്ഷത്രത്തില്, കാർത്തിക നക്ഷത്രത്തില്, തിരുവാതിര നക്ഷത്രത്തില്, ആയില്യ നക്ഷത്രത്തില്, പൂരത്തില്, പൂരാടത്തില്, പൂരോരുട്ടാതിയില്, ചോതിയില്, തൃക്കേട്ടയില്, അവിട്ടത്തില്, ചതയ നക്ഷത്രം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു രോഗം, അത് ചെറുതുമായിട്ട് വലുതും ആവട്ടെ, എന്തെങ്കിലും ഒരു രോഗം തുടങ്ങിയെന്ന് വിചാരിക്കാം. അത് ശമിക്കാനായിട്ട് കുറേയേറെ താമസം എടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുന്നിനോടൊപ്പം തന്നെ പ്രാർത്ഥനകളും സ്വായത്തമാക്കണം. ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് അസുഖം തുടങ്ങി, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമാണ് അസുഖം തുടങ്ങി, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമാണ് അസുഖം തുടങ്ങിയെന്ന് വിചാരിക്കുക. ഈ പറയുന്ന നക്ഷത്രങ്ങളിലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞായറാഴ്ചയാണ് ചെയ്തെങ്കിൽ നമ്മൾ ആദ്യത്തിനെ പ്രീതിപ്പെടുത്തുക, പൂജിക്കുക. ആദ്യത്തിനെ മാക്സിമം നമ്മൾ പ്രീതിപ്പെടുത്താൻ നോക്കുക. ചൊവ്വാഴ്ചയാണെങ്കിൽ നമ്മൾ യുഗ്മരാശിയാണോ ഓജരാശിയാണോ നോക്കിയിട്ട്, യുഗ്മ ആണെങ്കിൽ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക, ഓജരാശിയാണെങ്കിൽ മുരുകനെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ ദ്വാദശി ദിവസത്തിലെ നവമി ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ നോക്കുക. ഇനി ദിവസവും നാളോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭഗവാന് ശിവന് നമ്മൾ ശിവാഷ്ടോത്തരം ജപിക്കുക. ശിവന് നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക, മൃത സഞ്ജീവനി ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ രോഗങ്ങൾ നിരന്തരമായിട്ട് മാറി നമുക്ക് ഒരാശ്വാസം കിട്ടും.